ഐ ഹാവ് ടു ഡു, എനിക്ക് ചെയ്യേണ്ടതുണ്ട്, എനിക്ക് പോകേണ്ടതുണ്ട്, എനിക്ക് പറയേണ്ടതുണ്ട്, എനിക്ക് കഴിക്കേണ്ടതുണ്ട് എന്നെങ്ങനെ പറയാം? كيف نقول هذا؟ in the I have എന്നുള്ള രീതിയല്ലേ? ഹാവ് എന്ന് പറയുമ്പോൾ ഇല്ല, ഇവിടെ എന്താ പറയില്ല, അത് നൗണിലേക്കല്ല. ലാസിം എന്ന് ചേർത്തിട്ടാ പറയാം. നമ്മൾ ഷുഡിന്റെ പോലെ ലാസിം ചേർക്കും. ലാസിം സവ്വി ഹാദ. ലാസിം സവ്വി. ലാസിം സവ്വി ഹാദ. എനിക്ക് ചെയ്യേണ്ടതുണ്ട് എന്നല്ലേ പറയുന്നേ. ഇനി ഓരോന്ന് എക്സാമ്പിൾ നിങ്ങളാ പറയേണ്ടത്, ഞാൻ പറഞ്ഞു. എനിക്ക് ലീവ് എടുക്കാൻ, എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കേണ്ടതുണ്ട്. ലാസിം ഇസ്തിറാഹ. ലാസിം ആഖുദ് ഇസ്തിറാഹ. എനിക്ക് ഡോക്ടറോട് ചോദിക്കേണ്ടതുണ്ട്. ലാസിം അസ്അൽ ദുക്തൂർ. ലാസിം അസ്അൽ ദുക്തൂർ. എനിക്ക് ഡോക്ടറോട് ചോദിക്കേണ്ടതുണ്ട്. ലാസിം അസ്അൽ ഹാദ ദുക്തൂർ. എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതുണ്ട്. ബുക്കിങ്ങിന് എന്താ പറയാ? ഹജസ. അഹ്ജുസ് എന്ന് പറയും. ലാസിം അഹ്ജുസ് തദ്കിറ. എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇന്ന് എനിക്ക് നേരത്തെ ഉറങ്ങേണ്ടതുണ്ട്. ലാസിം അനൂം ബദ്രി അല്യോ. അയ്വാ, ലാസിം അനൂം ബദ്രി അൽയോം. ലാസിം അനൂം ബദ്രി. എനിക്ക് നേരത്തെ ഉറങ്ങേണ്ടതുണ്ട്. ഇന്ന് എനിക്ക് നേരത്തെ പോകേണ്ടതുണ്ട്. ലാസിം ബദ്രി അൽയോം. ലാസിം അറൂഹ് ബദ്രി അൽയോം. ഇന്ന് എനിക്ക് നേരത്തെ പോകേണ്ടതുണ്ട്. നിങ്ങൾ വീഡിയോ ഓണൊക്കെ എനിക്ക് പറ്റുന്നവരുട്ടോ, ഇത് ചെയ്യല്ല, കമ്പൽ ചെയ്യല്ല. എന്താ പറഞ്ഞ? ലാസിം വേറെ എനിക്ക് ഇനി നമ്മൾ അതിലേക്ക് ഓരോന്നോരോന്ന് കണക്ട് ചെയ്യാം. എനിക്ക് മെഡിസിൻ കഴിക്കേണ്ടതുണ്ട്. എനിക്ക് പേഷ്യന്റിന് മെഡിസിൻ നൽകേണ്ടതുണ്ട്. പറയരുത്. ആത്തി ദവ. ലാസിം ആത്തി ദവ ലിൽ മരീദ്. ഇത് നേരെ തിരിച്ചാക്കിയാൽ ലാസിം തഅഖുദ് എന്ന് പറഞ്ഞ് നിന്നിലേക്കാക്കിയാൽ ശുദ്ധനായി. ചെയ്യണം, പറയണം, കഴിക്കണം, നിൽക്കണം എന്നുള്ള ആ ശൈലിയാവും ലാസിം എന്നത് അവിടെ കണക്ട് ചെയ്യുമ്പോൾ. ഇവിടെ ലാസിം എന്ന് പറയുന്നത് എന്താണ്? ചെയ്യേണ്ടതുണ്ട് എന്ന ബന്ധത്തിലേക്ക് വരുമ്പോൾ ഐ ഹാവ് ടു എന്ന് പറയുന്ന ശൈലി. എനിക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്, എനിക്ക് എന്തെങ്കിലും നിനക്ക് വേണ്ടി ചെയ്യേണ്ടതുണ്ട്. ലാസിം സവ്വി ഷൈ ലക്. ലക്. ലാസിം സവ്വി ഷൈ ലക്. എനിക്ക് വേണ്ടി എന്തെങ്കിലും. എനിക്ക് നിന്റെ അടുത്തേക്ക് വരേണ്ടതുണ്ട്. ഇന്തൊക്കെ എന്നത് അജീഖ് എന്നാ പറയാം. ലാസിം അജീഖ്. എനിക്ക് നിന്റെ അടുത്തേക്ക് വരേണ്ടതുണ്ട്. ലാസിം അജീഖ്.
എനിക്ക് നിന്റെ കൂടെ സംസാരിക്കേണ്ടതുണ്ട്. ലാസിം അത്തക്കല്ലം മഅക് അല്ലേ? സ്പീക്കിന് തകല്ലമ യതകല്ലം. ലാസിം അത്തക്കല്ലം മഅക്. ലാസിം അത്തക്കല്ലം മഅക്. അയ്വാ നഅം. എനിക്ക് അവൾക്ക് വേണ്ടി നിനക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങേണ്ടതുണ്ട്. നിനക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങേണ്ടതുണ്ട്. അയ്വാ നഅം. ലാസിം അഷ്തരി ലക ഹദിയ. ലാസിം അഷ്തരി ലക ഹദിയ. എനിക്ക് അവൾക്ക് വേണ്ടി അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടതുണ്ട്. ലാസിം ആഖുദ് മൗഇദ് ലഹ. ലാസിം മൗഇദ് ലഹ. ലാസിം ആഖുദ് മൗഇദ് ലഹ. എനിക്ക് അവൾക്ക് വേണ്ടി എന്തെടുക്കണം? അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടതുണ്ട്. നഅം. എനിക്ക് then യല്ലാ, എനിക്ക് ക്ഷീണമായതിനാൽ ഇന്ന് കുറച്ച് റെസ്റ്റ് എടുക്കേണ്ടതുണ്ട്. എനിക്കിന്ന് ക്ഷീണമായതിനാൽ കുറച്ച് റെസ്റ്റ് എടുക്കേണ്ടതുണ്ട്. لازم آخذ استراحة عشان أنا تعبانة. أيوة عشان أنا تعبان. عشان أنا تعبانة. لا أوكي. يلا يلا بسرعة. എനിക്ക് സാലറി എടുക്കാൻ പോകേണ്ടതുണ്ട്. എങ്ങനെ പറയാ? ലാസിം അറൂഹ്. ലിഅസ്തലിം. ഇസ്തലമ യസ്തലിം. അസ്തലിം. ഇസ്തലമ കളക്ട് ചെയ്യാ, റിസീവ് ചെയ്യാ. അതിനൊക്കെ എന്താ പറയാ? ഇസ്തലമ എന്നാ പറയാ. ഇസ്തലംതു ഞാൻ കളക്ട് ചെയ്തു, ഞാൻ റിസീവ് ചെയ്തു. യസ്തലിം ഞാൻ റിസീവ് ചെയ്യുന്നു, ഞാൻ കളക്ട് ചെയ്യുന്നു. അപ്പൊ ലാസിം അറൂഹ് എനിക്ക് പോകേണ്ടതുണ്ട്. ലാസിം അറൂഹ് ലിഇസ്തലിം റാത്തിബ്. ലാസിം അറൂഹ് ഇസ്തലിം. ലാസിം അറൂഹ് ലിഇസ്തലിം റാത്തിബ്. എനിക്ക് റിസീവ് ചെയ്യാം. നഅം. എനിക്ക് താങ്കളുടെ ക്യാബിറ്റി ഫിൽ ചെയ്യേണ്ടതുണ്ട്. എനിക്കെന്ന് വേണ്ട, ജസ്റ്റ് ഫിൽ ചെയ്യേണ്ടതുണ്ടെന്ന് പറയാനാണെങ്കിലും ലാസിം യഹ്ഷി ഹഷു എന്നാ പറയാ. ഫിൽ ചെയ്യുന്നു എന്നുള്ളത് ഹഷു എന്നുള്ളത് വേർബായിട്ട് മാറും. എന്താ പറയാ? ഹഷു യഹ്ഷി ഹഷു. ലാസിം യഹ്ഷി ഹഷു. ഫിൽ ചെയ്യേണ്ടതുണ്ട് എന്നായി അവിടെ തന്നെ. ലാസിം യഹ്ഷി ഹഷു തസവ്വുസ് ഹഖ്ഖക്. ലാസിം യഹ്ഷി ഹഷു തസവ്വുസ്. ക്യാവിറ്റി ഫിൽ ചെയ്യേണ്ടതുണ്ട്. എനിക്ക് പുതിയ മൊബൈൽ യൂസ് ചെയ്യേണ്ടതുണ്ട്. ലാസിം അസ്തഖ്ദം ജവാൽ ജദീദ്. ലാസിം അസ്തഖ്ദം ജവാൽ ജദീദ്. എനിക്ക് എന്റെ ഫ്രണ്ടിനെ കോൾ ചെയ്യേണ്ടതുണ്ട്. ലാസിം അത്തസിൽ ലിസ്വദീഖി. ലാസിം അത്തസിൽ എനിക്ക് വിളിക്കേണ്ടതുണ്ട്. എനിക്ക് ഇന്ന് പേഷ്യന്റിന്റെ റിസൾട്ട് നോക്കേണ്ടതുണ്ട്. ലാസിം അഷൂഫ് നതീജത്തുൽ മരീദ്. ലാസിം അഷൂഫ് നതീജത്തുൽ മരീദ്.
أي نعم عندي صداع شديد اليوم عشان أنا أتكلم زيادة معك. صداع شديد مصدوع أنا. سلامات يا مدرس. الله يسلمكم. أيوة. എനിക്കിന്ന് ക്ലിനിക്ക് ഓപ്പൺ ആക്കേണ്ടതുണ്ട്, തുറക്കേണ്ടതുണ്ട്. لازم أفتح لازم أفتح عيادة اليوم لازم أفتح عيادة اليوم. എനിക്ക് പുറത്ത് പോകേണ്ടതുണ്ട്. لازم أروح برا. برا. لازم أروح برا. لازم أروح برا. أيوة. نعم. മനസ്സിലായില്ലേ? ശൈലി മനസ്സിലായോ? അഥവാ ലാസിം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ന പ്രസന്റ് പെർഫെക്റ്റ് ഫ്യൂച്ചറിന്റെ വെർബാണ് വരിക കേട്ടോ. ഓക്കെ. نعم. ഓക്കെ ദെൻ ഞാൻ പറഞ്ഞത് പ്രകാരം താങ്കൾ മെഡിസിൻ കഴിച്ചിരുന്നോ, മെഡിസിൻ എടുത്തിരുന്നോ? ഞാൻ പറഞ്ഞത് പ്രകാരം ആ ഒരു ശൈലിയും കൂടെ നമ്മൾ ഇവിടെ വരേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞത് പ്രകാരം മെഡിസിൻ എടുത്തിരുന്നു. എന്താ വരാ? സൈമ അല്ലെ? സൈമ ഖുൽതു ലക്. ഞാൻ പറഞ്ഞത് പ്രകാരം, ഞാൻ നിന്നോട് പറഞ്ഞത് പ്രകാരം. സൈമ ഖുൽതു ലക്. എന്താ പറയാ? അഖദ്ത ദവാ സൈമ ഖുൽതു ലക്. ഞാൻ പറഞ്ഞത് പ്രകാരം നീ അത് ചെയ്തോ? ഞാൻ പറഞ്ഞത് പ്രകാരം നീ അത് ചെയ്തോ? സൈമ ഖുൽതു ലക്. സൈമ ഖുൽത് അല്ലെ? ഞാൻ പറഞ്ഞത് പ്രകാരം. സൈമ ഖുൽത്. ഖുൽതു എന്നത് ഖുൽതു എന്നത് ഖുൽത്. മാക്ക് നെഗറ്റീവ് അല്ലല്ലേ വരുന്നത്? അല്ലല്ല, ബഅദമ സൈമ അതൊന്നും നെഗറ്റീവ് അല്ലല്ലോ. നമുക്ക് കേട്ടിട്ടുണ്ടാവും പലപ്പോഴും, വായിക്കുമ്പോഴൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. ഔക്കമാൽ അല്ലെ? പ്രവാചക വചനങ്ങളിലൊക്കെ ഔക്കമാൽ എന്നുള്ള അതാണ് ഈ സൈമ എന്ന്. സ്പോക്കണില് സൈമ ആവുന്നത്. ബാദമ എന്ന് പറയുമ്പോ ബാദമ എന്ന് പറയുമ്പോ അത് കഴിഞ്ഞിട്ട് എന്നുള്ള ശൈലിയാണ്. ആഫ്റ്റർ ദാൻ എന്ന് പറയുന്നത്. അപ്പോ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. അന ബജി ബഅദമ അക്കൽ അല്ലെങ്കിൽ ബഅദമ അക്കൽ. അന ബത്തൽ ബഅദമ ഖല്ലസ് ദവ. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞത് നമ്മള്? സൈമ ട്ടോ. സൈമ പറഞ്ഞേ. ഇവിടെ നമ്മൾ പറഞ്ഞത് പ്രകാരം എന്നുള്ളതിനാണ് ഈ സൈമ വരിക. വേറെന്താ അത് പ്രകാരം എന്ന് പറയാൻ? ഇപ്പോ സവി ഹാദാ സൈമ ഖുൽതു ലക്. ഞാൻ പറഞ്ഞത് പ്രകാരം ഇത് ചെയ്യുന്നായി, കമാൻഡായി. സവി ഹാദാ. ഇനി ലാസിം തഖുദു ദവാ സൈമ ഖുൽതു ലക്. ഞാൻ എന്നോട് പറഞ്ഞത് പ്രകാരം മെഡിസിൻ എടുക്കണം അല്ലേ? യു ഷുഡ് ടേക്ക് മെഡിസിൻ. ഇനി സൈമ അഖൂൽ, ഞാൻ പറയുന്നത് പ്രകാരം എന്നാവും. ഞാൻ പറയുന്നത് പ്രകാരം ചെയ്യ് എന്നങ്ങനെ പറയാ. സവി സൈമ അഖൂൽ. സൈമ അഖൂൽ. ബാക്കി പോയിരിക്കും, അവിടെ പോയിരിക്കും, ദൂരെ പോയിരിക്കും. അല്ല, അടുത്ത് തന്നെ ഇരുന്നോട്ടെ. ഗരിബ് കേട്ടണോ? ഗറബ യുഗരിബ് എന്ന് പറയും. ഗറബ യുഗരിബ്. ഗറബ്തുഹ, ഞാൻ അവളോട് അടുത്തു. ഗറബ്ത്. ലമ്മ ഗറബ്തുൽ മുസ്തശ്ഫ യത്തസൽനി മുദീർ. ലമ്മ ഗറബ്തു മുസ്തശ്ഫ, ഞാൻ ഹോസ്പിറ്റലിനോട് അടുത്തെത്തിയപ്പോ യത്തസൽനി മുദീർ, മാനേജർ എന്നെ വിളിച്ചു. യത്തസൽനി മുദീർ.
اتصلني مدير. ഇത്തസഅത്നി ദുക്തൂറ, ഡോക്ടർ മാഡം എന്നെ വിളിച്ചു. അപ്പൊ ഗറബ. ഗരിബ് എന്നാണ് പറയാം. ഗരിബ് ശുവയ്യ, ഒന്ന് അടുത്തേക്ക് ഇരിക്കും, കുറച്ച് അടുത്തേക്ക് ഇരിക്കുക എന്നൊക്കെ പറയുന്നത് ഗരിബ് ശുവയ്യ. ഗരിബ് നമ്മൾ അകന്ന് നിൽക്കുന്ന പേഷ്യന്റ് ശുവയ്യ, ഗരിബ്. അതാണ് ബഅദ യുബഇദ്. ബഈദിന്റെ ബഅദ യുബഇദ്. ബഈദ്നി എന്നാ പറയാ. ബഈദ്നി, എന്നിൽ നിന്ന് ദൂരെ പോ. ബഈദ് ബഈദ് ശുവയ്യ, ബഈദ് ശുവയ്യ, കുറച്ച് അകലേക്ക് മാറി നിൽക്കും. ബഈദ്. بعيد شوية. തമാം. ഓക്കെ, ഇവിടെ നമ്മൾ സൈമ എന്നത് നന്നായിട്ട് യൂസ് ചെയ്യും. ഈ പേഷ്യൻസിനോടൊക്കെ പറയാ ഞാൻ എന്നോട് പറഞ്ഞതെല്ലാം ചെയ്യൂ എന്നത് അല്ലെ. സവിക്കൊല്ലു സൈമ ഗുൽച്ചുലക്ക്, ഞാൻ പറഞ്ഞതിന്റെ പ്രകാരം എല്ലാം ചെയ്യണം. سوي كله زي ما قلت لك. ايوه. ഇനി قال الدكتور لازم اشتري دواء، لازم اشتري دواء زي ما قال الدكتور. ഡോക്ടർ പറഞ്ഞത് പ്രകാരം എല്ലാ മെഡിസിനും വാങ്ങണം. വാങ്ങിക്കണം. اشتري دواء زي ما قال الدكتور. انا بعطيك الدواء زي ما قال الدكتور. ഡോക്ടർ പറഞ്ഞത് പ്രകാരം ഞാൻ താങ്കൾക്ക് മെഡിസിൻ നൽകാം. انا بعطيك الدواء زي ما قال الدكتور. ഡോക്ടർ പറഞ്ഞത് പ്രകാരം ഞാൻ മെഡിസിൻ നൽകാം. زي ما قال. ايوه نعم. انا باخذ الدواء زي ما قال الدكتور. ഉണ്ടോ, ഞാൻ മെഡിസിൻ എടുക്കാം ഡോക്ടർ പറഞ്ഞത് പ്രകാരം. انا سوي بس، انا بس سوي زي ما قال مدير. ഡോക്ടർ പ്രകാരം മാനേജർ പറഞ്ഞത് പ്രകാരമുള്ളത് മാത്രമേ ഞാൻ ചെയ്യൂ എന്നതാണ്. انا سوي بس زي ما قال مدير. മാനേജർ പറഞ്ഞത് മാത്രമേ ഞാൻ ചെയ്യൂ. سوي بس. تاخذ هذا الدواء زي ما قال الدكتور. كيف؟ لا ഡോക്ടർ പറഞ്ഞത് പ്രകാരം മെഡിസിൻ കഴിക്കാന്നുള്ളതിനെ. അതെ. تاخذ هذا الدواء لازم تاخذ الدواء زي ما قال الدكتور. زي ما قال الدكتور. نعم. بعطيك جرعة. ഇവിടെ നേഴ്സേഴ്സ് ഉണ്ട്, അവർക്ക് വേണ്ടി ബഅതീക് ജുർഅ, ഞാൻ താങ്കൾക്ക് ഡോസ് നൽകാം. زي ما قال الدكتور. ഡോക്ടർ പറഞ്ഞത് പ്രകാരം ഡോസ് ഞാൻ നൽകാം. زي ما قال الدكتور. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് എന്താണ്? ചെയ്യേണ്ടതുണ്ട്, പോകേണ്ടതുണ്ട്, കഴിക്കേണ്ടതുണ്ട്. നമ്മൾ സ്വയത്തിലേക്ക് വരുമ്പോ ഇനി അതേപോലെ തന്നെ എനിക്കെന്താ വേണ്ടേ എന്നൊരു ശൈലിയുണ്ട്. നമ്മൾ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ബാച്ചിനൊക്കെ അത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. ഫസ്റ്റ് ബാച്ചൊക്കെ നമ്മൾ ഏറ്റവും ക്വാളിറ്റി ബാച്ചാണ്, കാരണം അന്ന് വേറെ ആരും ഇല്ലല്ലോ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ, അല്ലേ? ഫസ്റ്റും സെക്കൻഡും തേർഡ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് എന്നുള്ളതാണ്. എനിക്കെന്താ പോകേണ്ടേ, എനിക്കെന്താ റെസ്റ്റ് വേണ്ടേ, എനിക്കെന്താ ഇരിക്കേണ്ടേ, എനിക്കെന്താ സാലറി വേണ്ടേ. ലേഷ് മാ ഉരീദ്, ലേഷ് മാ അബ്ഗ, ലേഷ് മാ യബി. സ്ലാങ് മനസ്സിലാവുണ്ടല്ലോ അല്ലെ? നമ്മൾ അബ്ഗ ഉരീദ് പറഞ്ഞില്ലായിരുന്നോ? യബി. ലേഷ് മാ ഉരീദ് വജ്ബാത്ത്, എനിക്കെന്താ ഫുഡ് വേണ്ടേ. ലേഷ് മാ ഉരീദ് ഇസ്തിറാഹ, എനിക്കെന്താ റെസ്റ്റ് വേണ്ടേ. ലേഷ് മാ ഉരീദ് ഇസ്തിറാഹ, ലേഷ് മാ യബി. ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻകാര് ലേഷ് മാ യബി പറയണം. സൗദി ഉള്ളവര് ലേഷ് മാ അബ്ഗ. യു എയിലുള്ളവര്, യു എയിൽ റാസൽ ഖൈമ ഭാഗത്തുള്ളവരൊക്കെ മാ അബ എന്നാ പറയാ. ലേഷ് മാ അബ ഹാദ, എനിക്കെന്താ ഇത് വേണ്ട. ലേഷ് മാ അബ റാത്തിബ്, എനിക്കെന്താ സാലറി വേണ്ടേ. ലേഷ് മാ യബി റാത്തിബ്, ലേഷ് മാ ഉരീദ് റാത്തിബ്, എനിക്കെന്താ സാലറി വേണ്ടേ. ലേഷ് മാ അബ്ഗ റാത്തിബ്, എനിക്കെന്താ സാലറി വേണ്ടേ. ലേഷ് മാ അബ്ഗ ഇസ്തിറാഹ ശുവയ്യ, എനിക്കെന്താ കുറച്ച് റെസ്റ്റ് എങ്കിലും വേണ്ടേ. ലേഷ് അന മു ഇൻസാൻ, ലേഷ് അന മു ഇൻസാൻ യാനി, അതായത് ഞാന് മനുഷ്യനല്ല എന്നാണോ. ലേഷ് അന മു ഇൻസാൻ, അതെന്താ ഞാൻ മനുഷ്യൻ അല്ലേ. എനിക്കെന്താ ജ്യൂസ് വേണ്ടേ. ليش ما أريد എനിക്കെന്താ ജ്യൂസ് വേണ്ടേ.
باسية. كبير ليش ما أريد أزيد വരട്ടെ യല്ലാ സുറായ എനിക്കെന്താ കല്യാണം കഴിക്കണ്ടേ? നഅം അയ്വ ഇപ്പത്തെ കേൾപ്പിച്ചു ഇവിടെ വിചാരിച്ചാ മതി നമ്മൾ ليش ما أريد الزواج ليش ما أريد الزواج ഓരോരുത്തരെ വിഷമം മുഴുവൻ പറയുന്ന സമയം അത് മേ പറഞ്ഞോളൂ പെട്ടെന്ന് പറഞ്ഞോളൂ ഫുള്ള് തീർക്കാം എന്താ ഭക്ഷണം കഴിച്ചത്? എനിക്കെന്താ ഉറങ്ങണ്ടേ എനിക്കെന്താ ഉറങ്ങണ്ടേ ഉറങ്ങണ്ടേ ليش ما أريد النوم أريد النوم ليش ما أريد ما النوم أريد النوم. ليش ما أريد أتعلم العربي എനിക്കെന്താ അറബി പഠിക്കണ്ടേ ليش ما أريد أتعلم عربي എനിക്കെന്താ പങ്കെടുക്കണ്ടേ أيوة ليش ما أريد أحضر لا حضر يحضر أحضر ഇനി അത് ഹുദൂർ എന്നും പറയാട്ടോ ليش ما أريد حضور الزوم എനിക്കെന്താ സൂം അറ്റൻഡ് ചെയ്യണ്ടേ പങ്കെടുക്കണ്ടേ ليش ما أريد حضور الاجتماع എനിക്കെന്താ മീറ്റിംഗിൽ പങ്കെടുക്കണ്ടേ ليش ما أريد حضور حفلة الزواج حفلة الزواج എന്താ marriage function. لا marriage function حفلة الزواج تمام يلا ليش ما أريد أتعشى എനിക്കെന്താ ഡിന്നർ കഴിക്കണ്ടേ ليش ما أريد أتعشى ليش ما أريد أروح برا എനിക്കെന്താ പുറത്തു പോകണ്ടേ ليش ما أريد ليش ما بروح البلاد؟ أيوة ليش ما بروح البلاد എനിക്കെന്താ നാട്ടിൽ പോകണ്ടേ ല്ലേ ഓക്കെ എനിക്കെന്താ പുതിയ ഡ്രസ്സ് വാങ്ങണ്ടേ എനിക്കെന്താ പുതിയ ഡ്രസ് വാങ്ങണ്ടേ ليش اشتري ملابس جديد ليش ما أريد أشتري ملابس جديد ليش ما أريد أشتري ملابس جديد സർ അവിടെയൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒരു നെയിമിലേക്ക് കണക്ട് ചെയ്യാതെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആ മീൻസ് യഷ്തരി ആ ഫോം അല്ലേ ഉപയോഗിക്കണ്ടേ അതോ അഷ്തരി എന്ന് പറയണോ അവിടെ അല്ല യഷ്തരി എന്നുള്ള ശരി അത് അല്ല എല്ലാ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ അല്ലേ നമ്മള് അങ്ങനെ തന്നെ വരാം അതായത് നമ്മൾ ലേഷ് മാ ഉരീദ് എന്ന് പറയുമ്പോ പിന്നെ ബാക്കി അവിടെയും ആ വേണ്ട ഞാനൊന്നും അതിൽ പറയില്ല വേണ്ടല്ലോ ഓക്കെ ഇപ്പൊ സാറേ ഇപ്പൊ നമ്മള് എങ്ങനെ പേയ്മെന്റ് ചെയ്യുന്നെന്ന് ചോദിക്കാൻ ഇപ്പൊ കെയ്ഫ് തദ്ഫ എന്ന് പറയണോ അതോ നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നില്ല നമ്മൾ എങ്ങനെ പേയ്മെന്റ് ചെയ്യുന്നത് മാത്രമേ ചോദിക്കുന്നുള്ളൂ കെയ്ഫ് ദഫ മാത്രം അപ്പൊ യദ്ഫ എന്ന് പറയില്ല എന്ന് പറയാറുണ്ട് പക്ഷെ കെയ്ഫ് ദഫ പക്ഷെ കൈഫ് അദ്ഫ എന്ന് പറയില്ല കൈഫ് യദ്ഫ എന്നോ കൈഫ് ദഫ എന്നോ പറയും വരുമ്പോ എങ്ങനെ ചെയ്യുന്നല്ലേ വരുള്ളൂ എങ്ങനെ പേയ്മെന്റ് ചെയ്യുന്നില്ല എങ്ങനെ പേയ്മെന്റ് ചെയ്യും ഞാനല്ല അതേയുള്ളൂ ഞാൻ ആര് അവിടെ നമ്മൾ വ്യക്തികളില്ലെങ്കിലൊക്കെ പ്രസന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫ്യൂച്ചർ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു യാ വെച്ചിട്ടുള്ളത് പാസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കേട്ടോ എങ്ങനെ പേയ്മെന്റ് ചെയ്തത് എങ്ങനെ ചോദിക്കുമ്പോൾ കൈഫ് ദഫ എന്ന് മാത്രമേ പറയുള്ളൂ കൈഫ് ദഫ ആരുന്നില്ലെങ്കിൽ എങ്ങനെ പേയ്മെന്റ് ചെയ്യുന്നത് എങ്ങനെ പേയ്മെന്റ് ചെയ്യുന്നു എങ്ങനെ പോകുന്നത് യൂറിനേഷന് തബവ്വല എന്നാണ് കേട്ടോ തബവ്വല യതബവ്വൽ കൈഫ് എങ്ങനെ യൂറിനേഷൻ ഇനി ഞാനെന്താ ചെയ്താൽ സാർ അപ്പൊ നമ്മള് മീൻസ് യൂറിനേറ്റ് ചെയ്യുമ്പോ എന്നുള്ള ഇപ്പൊ ലമ്മ യതബവ്വൽ എന്ന് പറയാം
ലമ്മ തത്തബവ്വൽ എന്ന് പറയും നീ ചെയ്യുമ്പോ. ഇനി ആരെങ്കിലും അല്ല ചെയ്യുന്നതാണെങ്കിൽ മീൻസ് ലമ്മ യത്തബവ്വൽ എന്ന് പറയും. അടിപൊളി. നമ്മള് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ സെക്കൻഡ് പേഴ്സൺ യു അല്ലേ അപ്പൊ പറയണ്ടേ? അല്ല എങ്ങനെ? ഇതിലെല്ലാം കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ സാർ, എല്ലാത്തിലും ആണ് യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞില്ലേ? ഏതിന്? യശ്തരി അങ്ങനെയല്ലേ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞത് ഇപ്പൊ സാർ? ഇതിവിടെ ഉരീദില് രേഷ്മ, ഉരീദ്, ഞാനൊന്നുണ്ട്. യശ്തരി അങ്ങനെ ഉരീദില് പറഞ്ഞല്ലേ പറഞ്ഞത്? അതെ, നമ്മളെന്താന്ന് വെച്ചാൽ ഉരീദില്, അബ്ഗായില്, എബിയില്, അബായിലൊക്കെ ഞാനുണ്ട്. പിന്നെ അടുത്ത ഫോമും കൂടെ ഞാൻ വരേണ്ടതില്ല, അത് പറയാറുമില്ല. മനസ്സിലായില്ല? ലേഷ്മ ഉരീദ് യസ്തരി എന്ന് പറഞ്ഞാൽ മതി. അവിടെ യസ്തരി എന്നാ ഹീ വരും. എന്നുള്ള ഫോം അല്ലേ വരുന്നത്? ആ, ഏത് ഫോം? അപ്പൊ യശ്തരി എന്ന് പറയുമ്പോൾ നമ്മള് ഹീന്റെ ഫോം അല്ല അത് വരുന്നത്? ആ, ഹീന്റെ ഫോം തന്നെ വരിക. ഹീ ഇങ്ങനെ അവൻ വരുമ്പോ എന്നുള്ള ഹീന്റെ ഫോം ഫോമാ അല്ലേ വരിക. വരുന്നത്? പാസ്റ്റ് ആയാലും പ്രസന്റ് ആയാലും ഒക്കെ ഹീന്റെ ഫോമാ വരിക കേട്ടോ. ഞാൻ തിങ്സിലേക്ക് കണക്ട് ചെയ്യുമ്പോഴും വേർബ് വരേണ്ടത് ഹീന്റെ ഫോമിലേക്ക്, തിങ്സ് എല്ലാം. ലേഷ് ലൗ ദഹബ്ത്, അതെന്താ ഞാൻ പോയാലെന്നാണ്. ലേഷ് ലൗ ദഹബ്ത്, അവിടെ ദഹബ്ത് എന്നാ വരിക. പറയുമ്പോ നമുക്കത് പ്രസന്റ് ഫ്യൂച്ചറിലേക്കാണ് കണക്ട് ചെയ്യാം. ഞാൻ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ള ശൈലിയല്ലേ അത്, അല്ലേ? ലേഷ് ലൗ സവൈത്, ലേഷ് ലൗ സവൈത്, ലേഷ് അന ലൗ സവൈത്, ഞാൻ എന്താ ചെയ്താൽ. ആ, അത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല ഈ ശൈലി. കാരണം ഇത് പ്രസന്റിലേക്ക് ഫ്യൂച്ചറിലേക്ക് കണക്ട് ചെയ്യും, പക്ഷെ അതിന്റെ മീനിങ്ങിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അത് പാസ്റ്റ് ആണ് വരിക. കാരണം ചെയ്ത് കഴിഞ്ഞാൽ എന്താ എന്ന ശൈലിയിലാണ് ആ ക്വസ്റ്റ്യൻ വരിക. സാഹ് സാർ അപ്പൊ ലേഷ് ലവ് എന്നൊരു പ്രയോഗം ഉണ്ട്. ലേഷ് ലവ്. ആ, ലേഷ് ലവ് എന്നൊരു ശൈലി പറയാറുണ്ട്. ലേഷ് ലവ് ആത്തി, ലേഷ് ലവ് ആത്തൈത്, ഞാൻ നൽകിയാൽ എന്താ. ലേഷ് ലവ് ആത്തൈത് ദവ, ഞാൻ നൽകിയാൽ എന്താ. ലേഷ് ഇതാ എന്ന് പറയില്ല, ലേഷ് ലവ് എന്ന് ശൈലി. ലേഷ് ലവ് അല്ലേ? ليش لو أشرب الشاي؟ ايوه نعم. ليش ليش لو أشرب أعطي ليش لو لعبت, ഞാൻ കളിച്ചാൽ എന്താ. ليش لو لعبت. ليش لو أشرب ماء. ايوه ليش لو اشرب ماء. ليش. طيب ليش لو أعطيت أعطيت, ليش لو أعطيتني, നീ എനിക്ക് എന്താ നൽകിയാൽ, നീ നൽകിയാൽ എന്നുള്ളത് أعطيتني അല്ലേ. നീ എനിക്ക് എന്താ നൽകിയാൽ, നിനക്ക് എന്താ എനിക്ക് നൽകിയാൽ എന്നൊക്കെ ചോദിക്കാൻ ശരിയാണ്. ليش لو أعطيتني. നമ്മൾ അത് ചെയ്താൽ എന്താന്ന് എങ്ങനെ പറയാം? നമ്മൾ അത് ചെയ്താൽ എന്താ അവിടെ എന്താ പറയാ. അഅതീന ചെയ്താൽ സവ്വൈന, ലേഷ് ലൗ സവ്വൈന, നമ്മളത് ചെയ്താൽ. ലേഷ് ലൗ സവ്വൈന ഹാദ എന്നാ നമ്മൾ ചെയ്താൽ. നമ്മളത് ചെയ്യാതിരുന്നാൽ പറയും മാ സവ്വൈ, മാ ലൗ മാ സവ്വൈ, ലേഷ് ലൗ മാ സവ്വി, മാ നുസവ്വി, നമ്മൾ ചെയ്യാതിരുന്നാൽ എന്താണ്. വൈ. ലേഷ് ലവ് മാ സവ്വൈന പറഞ്ഞത് അത് നമ്മളെന്താ ചെയ്യാതിരുന്നാല് എന്തെങ്കിലും വിഷയമുണ്ടോ? ഫി മുഷ്കില ലൗ മാ സവ്വൈന, ഫി മുഷ്കില ലൗ മാ സവ്വൈന, നമ്മളെന്തെങ്കിലും ചെയ്യാതിരുന്ന പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോന്നാണ്. എന്നാൽ എന്താ ചെയ്യാതിരുന്നാൽ ലേഷ് ലൗ മാ സവ്വൈന എന്ന് വരും. എന്താ ചെയ്യാതിരുന്നാൽ, നമ്മളെന്താ ചെയ്യാതിരുന്നാൽ. ലേഷ് ലൗ മാ അഅതൈന, നമ്മളെന്താ ചെയ്യുന്ന, നൽകാതിരുന്നാല്, നമ്മളെന്താ നൽകാതിരുന്ന. ഷു സ്വാർ എന്താ സംഭവിക്കുക, ഷു സ്വാർ എന്താ സംഭവിക്കുക. ഹിന ഇവിടെ ഷു സ്വാർ ഹിന, ഇവിടെ എന്താ സംഭവിക്കുക. ഇതിലത് നോക്കൂലല്ലേ സാർ, ഈ ലവ് വരുമ്പോ പാസ്റ്റ് അല്ല ഇവിടെ ലവ്, ഇത് ഈ പറയുന്ന ലവ് ലേഷ് ലവ് എന്നാ വരാം. ലേഷ് ലവ് അങ്ങനെ വരുന്നല്ലേ. ഓക്കെ സാർ അപ്പൊ വെർബ് പാസ്റ്റ് അല്ലേ വരിക? ഫാസ്റ്റ് ആണ്, സത്യമാണ്. പക്ഷെ ഇവിടെ ഇതാന്ന് യൂസ് ചെയ്യൂല പക്ഷെ കേട്ടോ.
ഓക്കെ ഓക്കെ. ലേഷ് ലോ ഷറബ്ത് അങ്ങനെയല്ലേ നമ്മള് വെർബ് പാസ്റ്റ് വരും അല്ലേ? ഫ്യൂച്ചർ അല്ലേ വരാ? അത് പ്രയോഗം അനുസരിച്ച് ഫ്യൂച്ചർ ആണ് വരിക. പക്ഷെ ഇതിന്റെ നമ്മുടെ മീനിങ് അനുസരിച്ച് ഫ്യൂച്ചർ ഇതിലേക്കാണ് വരിക. പ്രയോഗത്തില് പാസ്റ്റ് പ്രയോഗമാണ് ഇത് വരിക കേട്ടോ, ശ്രദ്ധിക്കണേ. ഇവിടെ എന്താന്നറിയോ? ലേഷ് മാ സവി, ലേഷ് ലൗ മാ സവി, ലേഷ് ലൗ മാ സവൈത് ഇൻത ഷു സവി, ലേഷ് ലൗ മാ സവൈത് ഇൻത ഷു സവി. ഞാനിത് ചെയ്തില്ല, പിന്നെ ചെയ്താൽ എന്താ? ഞാനിത് ചെയ്താൽ എന്താ? നീ എന്ത് ചെയ്യും? ഇൻത ഷു സവി, നീ എന്ത് ചെയ്യും? ഒന്നും കൂടെ എന്താ പറഞ്ഞത്? ലേഷ് ലൗ സവൈത്, ലേഷ് ലൗ സവൈത് ഇൻത ഷു സവി. ഞാൻ എന്താ അത് ചെയ്താൽ നീ എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യും? ഇനി ഇത് ഞാനിത് ചെയ്താൽ നിനക്കൊന്നും ചെയ്യാൻ കഴിയും. ഇതാ സവ്വൈത്ത്, അവിടെ ഇതാ വരണേ. ഇതാ സവ്വൈത്ത് ഹാദാ ഇൻത മാ തഖ്ദർ ഷൈ, ഇൻത മാ തഖ്ദർ ഷൈ, നിനക്കൊന്നിനും ഒന്നും ചെയ്യാൻ കഴിയില്ല. മാ തഖ്ദർ ഷൈ, നിനക്കൊന്നിനും കഴിയില്ല. മനസ്സിലാവുണ്ടോ? ലേഷ് ലൗ എന്ന് മാത്രമേ പറയൂ, എന്നാൽ ഇത് ചെയ്താൽ എന്നുള്ളതിന് ഇതാ എന്ന് തന്നെ പറയണം. ഓക്കെ, അപ്പൊ നമ്മൾ 3 പ്രയോഗങ്ങളാണ് പറഞ്ഞത്. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പ്രയോഗങ്ങളാണെന്ന് എനിക്കറിയാം. അതാണ് ഒരാൾ വീഡിയോ പോലും ഓണാക്കാതെ മൊത്തം ഇരുട്ടിലിരിക്കുന്നത്. എന്തായിരുന്നാലും അതിന് ഈ റെക്കോർഡ് കണ്ടാണ്ട് ഒന്നുകൂടെ മനസ്സിലാവാം കേട്ടോ, മനസ്സിലേക്ക് വരാം. ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. നമ്മൾ റൂട്ടാണ് പറയുന്നുള്ളൂ. ഇതിനെ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് നമ്മള് പിന്നെ കൊണ്ടുവരണം. എന്തിന്? എക്സാമ്പിൾസ് നമ്മൾ നമ്മുടെ രീതിയിൽ കൊണ്ടുവരണം. നാളെ നമുക്ക് ക്ലാസ് ഇല്ല. ഫ്രൈഡേയും ഇല്ല. മയക്കൂൻ സൂം ബുക്ര وبعد بكره ان شاء الله يوم السبت يكون الدرس ان شاء الله، يكون الزوم يوم السبت. يومين ما يكون عشان عندي جلسات كثيرة في هذا الأيام. تمام. നമ്മൾ ഉടനെ തന്നെ വീഡിയോ പ്ലേ ചെയ്യാനും അതേപോലെ തന്നെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതുമായിരിക്കും. ഓക്കെ, ഗെയിം പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഗെയിം സ്റ്റാർട്ട് ചെയ്താലേ എന്താവുള്ളൂ, ഇത് നടക്കുള്ളൂ. നിങ്ങൾ ഇതൊക്കെ സംസാരിക്കാനുള്ള ആ രീതിയിലേക്ക് വരുള്ളൂ. തമാം. اوكي ان شاء الله. شكرا لكم جزيلا يا جماعة، شاكرين ومقدرين. مع السلامة. في أمان الله. ان شاء الله.